ഈ നെറുക്കെടുപ്പ് എടുക്കാൻ നമ്മളെ വീട്ടിൽ തന്നെ എടുക്കാൻ കാരണം എന്താന്ന് പറഞ്ഞെങ്കിൽ നമ്മള് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ സ്റ്റേജും പന്തലെല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ നെറുക്കെടുപ്പ് എടുക്കണമെന്നതിന്റെ ഉദ്ദേശം നമുക്കുണ്ട്. പക്ഷെ കാറ്റും മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പരിപാടി ഒന്നും നടന്നില്ല. കോടികൾ തട്ടിക്കുന്ന വീരൻ പാണ്ടിക്കാട് കുഞ്ഞൻ. സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ തൊട്ട് ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞൻ ലോട്ടറി സ്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കാണുന്നുണ്ട്. പക്ഷെ ചെയ്യണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു ടോപ്പിക്ക്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പുള്ളിയെ പേഴ്സണലി അത്ര അങ്ങോട്ട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. എന്തോ എനിക്ക് പുള്ളിയോട് വലിയ താല്പര്യമില്ല. പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് തട്ടിവിടും. അപ്പം അങ്ങനെ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ലാത്ത അയാളുടെ വീഡിയോ കാണാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിട്ടുള്ള ഞാൻ വെറുതെ പോയി പുള്ളിയെ ചുമ്മാ വലിച്ചു കീറുന്നതിനോട് എന്തോ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് വ്ളോഗേഴ്സ് ആണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും എന്നോട് പറഞ്ഞാൽ നീ മാത്രം എന്താ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ സംസാരിച്ചേക്കാം, പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല, ഇച്ചിരി കണ്ടന്റ് ദാരിദ്ര്യം, എന്നാൽ പിന്നെ ഇത് തന്നെ എടുത്ത് വെച്ച് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ കുന്തോ പൊക്കി എടുത്തോണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ ആദ്യമായിട്ട്, ഈ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ കുറേ പേരൊക്കെ അറിഞ്ഞതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ കണ്ട വീഡിയോകളൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കില്ല. ഐ വിൽ ഗീവ് യു സംതിങ് ന്യൂ. ഓക്കെ, അപ്പം എന്താണെങ്കിലും പാണ്ടിക്കാട് കുഞ്ഞാനെ മാത്രം അങ്ങോട്ട് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കുറേ പേര് അങ്ങനെ വലിച്ച് കീറുന്നത് കണ്ടു. കുഞ്ഞമ്പായി കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞമ്പായി ഇതിനകത്ത് ഉടായ്പ കാണിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടാ, നിങ്ങൾ കാണിച്ച കുറേ പരിപാടികളുണ്ട്. നിങ്ങൾ മറ്റേ കൈയിട്ട് എന്താ ഈ കുറച്ച് ഈ നമ്മൾ ഈ പേപ്പറിൽ എഴുതിയിടുമല്ലോ പേരുകൾ, അപ്പോൾ അതിങ്ങനെ ഒരു ഗ്ലാസ് ബൗളിൽ കിടക്കുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം അക്വേറിയം പോലുള്ളൊരു സാധനത്തിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് മുങ്ങി അങ്ങോട്ട് മേളിൽ കുറേ കിടപ്പുണ്ട്, അതിനകത്തൊന്നും എടുക്കാതെ ഇങ്ങനെ ഇട്ട് ആട്ടി ലാസ്റ്റ് കൈ അങ്ങോട്ട് താഴത്തേക്കിട്ട് കുറച്ച് സമയമൊക്കെ എടുത്ത് താഴത്തുനിന്ന് ഒരു പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് ചേട്ടാ ആർക്കാണെങ്കിലും നിങ്ങൾ അതിനകത്ത് എന്തോ ഉടായ്പ കാണിച്ചതേ തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ കുറ്റം പറയുന്നത്. പക്ഷെ അയാൾ ഉടായ്പ കാണിച്ചു, കാരണം അവിടെ ഇയാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചുറ്റും നിൽപ്പുണ്ട്. അപ്പോൾ അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഇയാൾ അതിനകത്ത് എന്തെങ്കിലും ഉടായ്പ കാണിച്ചോ എന്നൊരു സംശയം എനിക്കുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല, അയാൾ ഉടായ്പ കാണിച്ചായിട്ട് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ കാണിച്ച ടോട്ടലായിട്ടുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് ഒരു റിയൽ എസ്റ്റേറ്റുകാരനെ കൊണ്ട് ചെയ്യിക്കേണ്ട പരിപാടി. ഈ ഒരു പരിപാടി കാരണം ഈ റിയൽ എസ്റ്റേറ്റുകാർക്കാണ് മെയിൻലി അടി വരുന്നത്. കാരണം വീടുകൾ, ഇപ്പോൾ ഒരു വീട് വിൽക്കണം, ഇപ്പോൾ എനിക്ക് എൻ്റെ വീട് വിൽക്കണം, ഞാൻ ഉടനെ കുറച്ച് കൂപ്പൺ അങ്ങോട്ട് അടിച്ചിറക്കുക. എന്നിട്ട് ഓരോ കൂപ്പണും 1000 രൂപ വെച്ച് ഈ എടുക്കുന്ന, എന്നിട്ട് ഇതെല്ലാം ഞാനിങ്ങനെ വിൽക്കുക, നടന്ന ആൾക്കാർക്ക് കൊടുക്കുക, എന്നിട്ട് 1000 രൂപ മേടിക്കുക. നിങ്ങൾ ഇതെടുക്കും, നിങ്ങൾക്ക് ചിലപ്പം ഒരു കൂപ്പൺ നമ്മളെന്താണ് ഈ ലോട്ടറി പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സാധനം അടിക്കും, അപ്പം നിങ്ങൾക്ക് ഈ വീട് കിട്ടും ഫ്രീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ലോട്ടറി കച്ചവടം. അത് നേരെ ലോട്ടറിക്ക് വരാൻ വീട് കച്ചവടം. ഒരു വീട് വെച്ചിട്ട് ഈ ഒരു പരിപാടി അങ്ങോട്ട് നടത്തുക. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ അത് ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടിയല്ലേ? എൻ്റെ അറിവിൽ അത് തെറ്റാണ്. നമുക്ക് അങ്ങനെ ഇവിടെ ഓൾറെഡി ഈ കേരള കാരുണ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോട്ടറികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് അത് അത്ര നല്ല പരിപാടിയല്ല, അത് തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് താൻ എന്ത് കണ്ടിട്ടാണ്? തനിക്ക് ചിലപ്പോൾ വിവരം ഇല്ലാത്തതിൻ്റെ പുറത്തായിരിക്കും താൻ ഇതും പ്രൊമോട്ട് ചെയ്തത്. എന്തും വലിയ മഹത് വ്യക്തിയെ പോലെ വന്നിരുന്ന് വീഡിയോയിൽ പറയുന്ന കേട്ടു ഞാൻ കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്, ഞാനല്ലാതെ വലിയ നല്ല പ്രവൃത്തിയായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. എൻ്റെ പൊന്നിയേട്ടാ, നിങ്ങൾ കാശ് മേടിച്ചിട്ടാണെങ്കിലും കാശ് മേടിക്കാതെ ആണെങ്കിലും ചെയ്യുന്നത് തെമ്മാടിത്തരമാണ്. ഓക്കെ, അത് ഇവിടെ ഇല്ലീഗലാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ താൻ അകത്തു പോകും. മനസ്സിലായോ? കാരണം ഇത് മിക്കവാറും ഇവിടെ പൂട്ടും. ഇതൊരു ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടി ആയിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം ഇത് ശരിയല്ലടോ. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് വീട് വിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂപ്പൺ അങ്ങോട്ട് അടിച്ചിറക്കുക, കുറേ പേരെ കൊണ്ട് മേടിപ്പിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരുത്തിന് കൊടുക്കുക. ഇത് അത്ര നല്ല പരിപാടിയാണോ? ഇതിവിടെ തടയിടേണ്ട ഒരു പരിപാടിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. ഇതിപ്പം ഞാൻ പറയുമ്പോൾ തന്നെ കുറേ പേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മൾ സാധാരണക്കാരുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അതിനകത്തുനിന്ന് നമ്മുടെ 1000 രൂപ മുടക്കിയിട്ട് നമുക്കൊരു വീട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമായിട്ട് നമ്മൾ എല്ലാവരും എടുക്കുകയുള്ളൂ. ഞാനാണെങ്കിലും അങ്ങനെ എടുക്കുകയുള്ളൂ. പക്ഷേ ഇതിന് ഒരു നെഗറ്റീവ് സൈഡുണ്ട്. ഈ എന്താണ് ആവശ്യമില്ലാത്ത, ഇപ്പം ഈ വീടിൻ്റെ ഓണർ അയാളുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അയാളുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ഇതിനകത്തൊന്ന് കാശ് കിട്ടേണ്ട ഒരാളല്ല എന്നാണ് എനിക്ക് അയാളുടെ സംസാരം കേട്ടപ്പോൾ തോന്നിയത്. മൊത്തത്തിലൊരു ഉടായ്പ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ലിറ്ററലി ഇയാൾ പറയുന്ന പല കാര്യങ്ങളും തിരിയാറില്ല, മനസ്സിലാവാറില്ല. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമായിരിക്കത്തില്ല, നമ്മൾ പുള്ളിയുടെ ആ ഒരു നാട്ടിലെ ആ ഒരു ഭാഷ ചിലപ്പം പല ആളുകൾക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം. അപ്പം എന്താണെങ്കിലും പുള്ളിയുടെ ഒരു ക്ലിപ്പ് അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എന്നിട്ട് വേറെ നിങ്ങൾ കാണാത്ത കുറച്ച് ക്ലിപ്പിലേക്കൊക്കെ നമുക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ, ചിരിക്കല്ലേ.
തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടുമില്ല. തന്തയ്ക്ക് പറഞ്ഞ പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലേ? അങ്ങനെയല്ല ഇദ്ദേഹം പറയുന്നത്. എനിക്ക് അങ്ങനെ കേട്ടാ തോന്നിയത്. ഞാൻ ലിറ്ററലി ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത് ഈ ഒരു പരിപാടിയൊക്കെ ഈ ഒരു നിങ്ങൾ കണ്ടതാണല്ലോ ആ വീഡിയോ ഒക്കെ. ഇയാൾ മറ്റേ കൈയിട്ട് മറ്റേ നറുക്കെടുക്കുന്നതും അതൊക്കെ കഴിഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ നല്ല തെറി പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെ കാറി വന്നിരുന്ന് ഇടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തന്തയ്ക്ക് പറഞ്ഞ പരിപാടി ഞാൻ എന്താ ചെയ്യാറില്ലെന്നൊക്കെ പറഞ്ഞു. ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹം എന്താ ഈ പറയുന്നത്? ഞാനതാ നിങ്ങളെ 2 പ്രാവശ്യം കേൾപ്പിച്ച്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പലതന്തയ്ക്ക് പറഞ്ഞതെന്നായിരിക്കും ഉദ്ദേശിച്ചത്. ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചേട്ടാ അതിവിടെ കട്ടാണേ. നമ്മളെല്ലാവരും കേൾക്കുന്നത് തന്തയ്ക്ക് പറഞ്ഞ പരിപാടി ഞാൻ ചെയ്യത്തില്ല എന്നാണ്. അതിനകത്തുനിന്ന് തന്നെ ഞാൻ ബാക്കി പറയണ്ടല്ലോ, കേക്ക്. ഇന്ന് നേരം പോലത്തെ ഇതുവരെ നിങ്ങൾ എല്ലാവരും പാടച്ച പച്ചർച്ചിന്നു. ഞാൻ പറ്റിച്ചു, ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാണ്ട് എന്തേ ഞാൻ പറ്റിച്ചത്? നിങ്ങളൊന്ന് പറഞ്ഞോണ്ട്. നിങ്ങൾ എന്തായാലും ഫെവിക്കൂള് അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂള് ഒട്ടിച്ചുകാണ്ട് അതിൻ്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചിക്കാണ് അത് തൊയഞ്ഞെടുത്തു. ചങ്ങായിമാരെ കടലാസമോ വല്ല പശയും തേച്ചാണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് 1000കണക്കിന് ടിക്കറ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്തിയെ അല്ലെങ്കിൽ ഇതാക്കി എന്തേലും ആവൂലേ? അതിൻ്റെ അടിയിൽ നിന്ന് തൊയഞ്ഞ് ഞാൻ എടുത്ത്. തുഴഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് പുള്ളി പറയുന്ന ചിലതൊന്നും മനസ്സിലാവാറില്ല. എന്താണ് ആ പെർട്ടിക്കുലർ വേർഡ് മീൻ ചെയ്യുന്നത്? കൊയഞ്ഞെടുത്തതാണോ അതാ തുരന്നെടുത്തെന്നാണോ പുള്ളി ഉദ്ദേശിച്ചത്? ചിലപ്പം ആ ഒരു സൈഡിലേക്കുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നത് പ്രോബബ്ലി മനസ്സിലാവത്തില്ല ചില വാക്കുകൾ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചുമ്മാ പോയി പുള്ളിയെ തെറി പറയുന്നതിനകത്ത് പുള്ളി എന്താ പറഞ്ഞതെന്ന് അറിയാൻ നമ്മൾ ചുമ്മാ തെറി പറയുന്നതിനകത്ത് കാര്യമില്ല. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നത് പോലെ എനിക്ക് അറിയത്തില്ല കേട്ടോ, പുള്ളി ഇനി എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് അത് പറിച്ചെടുത്തതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന ബാക്കി എല്ലാവരും കള്ളന്മാരായിരിക്കും. അതിനകത്ത് നിന്നവന്മാർക്ക് എല്ലാവർക്കും ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അത്രയും പേര് നിൽക്കുമ്പോൾ പുള്ളി പിന്നെ പക്ഷെ അപ്പോഴും ചോദ്യം ഉണ്ടെന്നേ. നമ്മൾ 2 സൈഡ് നോക്കണം. അപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചോദ്യമുണ്ട്. പിന്നെ ഇയാൾക്ക് ആ മേളിൽ കിടന്ന വല്ലതും എടുക്കാതെ എന്തിനാണ് ഈ കൈയും കൊണ്ട് അടിയിലോട്ട് പോയത് എന്നൊരു ചോദ്യം ഞാനും ചോദിക്കും. അതിപ്പോൾ ആരാണെങ്കിലും പുള്ളി അതിൻ്റെ പേര് കുറ്റം പറയും. എൻ്റെ പൊന്നെ കാക്ക, നിങ്ങൾ ഓർത്ത് വെക്കുക, നാട്ടുകാർ തെറി പറയും. അതിന് നിങ്ങൾ മറ്റേ കമ്പിയും കലയും എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഒന്നാമത് നിങ്ങൾക്ക് നെഗറ്റീവാണ് കംപ്ലീറ്റ്ലി. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇങ്ങനെ ഓരോ പരിപാടി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്താലും നാട്ടുകാർ എന്തൊക്കെയാണ് പറയത്തുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ വന്നിരുന്ന് കരഞ്ഞിട്ടോ നാട്ടുകാരെ തെറി പറയണ്ടോ കാര്യമില്ല. ഇനി ഇപ്പം ഇയാൾ ഈ ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് ഒരു വീട് വിൽക്കാനായിട്ട് നിന്നതിൻ്റെ ആ ഒരു പരിപാടി, അതെന്തോ മറ്റേ എന്താ പറയുക, അതിനൊരു വാക്ക് നമ്മൾ പറയുമല്ലോ, ഈ പാവപ്പെട്ടവനെ സഹായിക്കാൻ പോകുന്നതിന് അങ്ങനെ എന്തോ പരിപാടിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പാവപ്പെട്ടവനെ ഇങ്ങനെ സഹായിക്കാനാ? വീട് വിറ്റ് സഹായിക്കാൻ? വല്ല റിയൽ എസ്റ്റേറ്റുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് വിറ്റാൽ പോരെ ഉമാരൊക്കെ എന്തിനാ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്? നിങ്ങൾ ചിന്തിച്ചില്ലേ? ഒറ്റ ഉത്തരവുള്ള അതിന്. അവന്മാർ എക്സ്ട്രാ ബെനിഫിറ്റ് അവന്മാർക്ക് കിട്ടും. ഇപ്പം ഈ ഒരു വീട് വിറ്റപ്പോഴത്തേക്ക്, ഇപ്പം ഒരു വീടിൻ്റെ കേസിലാണല്ലോ, അപ്പോൾ ആ വീട് ഏകദേശം 8500 ടിക്കറ്റ് എങ്ങാണ്ട് വിറ്റു. 1000 രൂപ വെച്ച് നിങ്ങളൊന്ന് കൂട്ടി നോക്കി എത്രയായെന്ന്. എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് പോവാം. നിങ്ങൾ കൂട്ടിക്കോ, പക്ഷെ ഞാനിവിടെ ബാക്കി അങ്ങോട്ട് കാണിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല, സമയം പോകടേ. അപ്പോൾ എന്താണെങ്കിലും ഈ വ്യക്തി, ആ ഒരു വീടിൻ്റെ ഓണർ കുറച്ച് കാര്യങ്ങൾ ഇനി പറയുന്നുണ്ട്. നമുക്ക് ഇനി അതും കൂടി ഒന്ന് കേൾക്കാം, എന്നിട്ട് ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കാം. കൂടുതലൊന്നും ഇതിനകത്ത് വലിച്ച് കീറാനൊന്നുമില്ല. ഈ പരിപാടി, ഇങ്ങനെയുള്ള പരിപാടികൾ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ വീട് കച്ചവടം, റിയൽ എസ്റ്റേറ്റുകാരുടെ പരിപാടി ടേക്ക് ഓവർ ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുക, സത്യം പറഞ്ഞാൽ അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിലും പോയി പൈസ ഇടും, എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് ആരോ എവിടെയോ ഇരുന്ന് അവൻ കുറേ കാശുണ്ടാക്കുന്നു. ഈ എന്താണ് പാവപ്പെട്ട മറ്റേ അയ്യോ എനിക്ക് വയ്യ നിർദ്ധരനാണേ എന്നും പറഞ്ഞിരുന്നുകൊണ്ട് കാശുണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. ആ പരിപാടിയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ടെ. ഇന്ന് ഈ വീഡിയോ ഞാൻ വരാൻ കാരണം 25-ാം തീയതി ഞായറാഴ്ച 6 മണിക്ക് നെറുക്കെടുപ്പുണ്ടായി എൻ്റെ ഈ വീട്ടിൻ്റെ. ഏകദേശം ലോകം മൊത്തം അറിഞ്ഞിരിക്കും. ആ നെറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് വന്നതാണ് വയനാട് മുഹമ്മദ് സാഫി. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവര്. അപ്പോൾ മിനിയാന്ന് അവർ വരണ്ടേനു, പക്ഷെ അവർക്ക് പണിയും കാര്യവും ഇതെല്ലാം ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ 26-ാം തീയതി ഞാൻ പോയി അവരെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ വന്നതാണ്. കാരണം അത് കുഞ്ഞാന് ഇവരെ കാണണോ, ഇത് ഒരു വീഡിയോ ആക്കണോ എന്ന ഉദ്ദേശം വെച്ചിട്ട് കുഞ്ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന പോക്കിൽ എന്നെ വിളിച്ച് ഞാനും പോയി. അപ്പോൾ അവര് ബംഗളൂരിൽ നിന്ന് ലോഡും കൊണ്ട് വണ്ടി വന്ന് എത്തിയപാടാണ് ഏതോ റോട്ടിൽ ഈ വണ്ടി സാധനം വെക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഭയങ്കര മഴയും കാറ്റും മഴ ഉണ്ടായി. അവിടുന്ന് വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ വിട്ടിരുന്നു. പക്ഷെ എനിക്ക് ഓരോ വ്യക്തിയോടും പറയാനുള്ളത്, ഇത് ഒരു തട്ടിപ്പ് നമ്മളെ കയ്യിൽ നടന്നിട്ടില്ല. കാരണം തട്ടിപ്പ് ഇത് നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യൂല. ചില യൂട്യൂബർമാർ
ഇതിനെ നമ്മളെ ഈ വീഡിയോ എടുത്തിട്ടിട്ട് ഇവർക്ക് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ പല രീതിയിലും നമ്മളെ ഒരു മോശമായ രീതിയിൽ നമ്മളെ പെരുമാറുന്നുണ്ട്. പക്ഷെ എല്ലാം കാണുന്നവരുണ്ട്, അവന് കണ്ടോളൂ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എല്ലാം കാണുന്നവനുണ്ട്, അവൻ കണ്ടോളൂ എന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നിക്കാക്ക, എല്ലാം കാണുന്നവനുണ്ട്, അവനിതെല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അതാ എനിക്ക് നിങ്ങളോട് തിരിച്ചു പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വിൽക്കണമെങ്കിൽ അങ്ങ് വിറ്റാൽ പോരെ. എന്തിനാ അതിന് കുറെ കൂപ്പൺ അടിച്ചിറക്കുന്നതും അത് നാട്ടുകാർക്ക് കൊടുക്കുന്നതും നാട്ടുകാരെ സന്തോഷിപ്പിക്കാൻ? എന്ത് കാര്യത്തിന്? അല്ല, എന്ത് കാര്യം അതിൻ്റെ എന്താ നിങ്ങൾക്കുള്ളത്? അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾക്ക് നാട്ടുകാരെ സന്തോഷിപ്പിക്കണ്ടേ? എൻ്റെ പൊന്നിയേട്ടാ, ഇവിടെ ആരും സ്വന്തം ലാഭത്തിനല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കാറില്ല. മനസ്സിലായില്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പിന്നെ വലിയ അങ്ങോട്ട് മഹാചമയാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരുത്തന്നെ നിങ്ങളിത് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും പൈസ കിട്ടണമെന്നില്ല. നിങ്ങൾക്കൊരു കൂപ്പൺ അടിച്ച് നിങ്ങളത് വിൽക്കുകയാണ്. ഞാൻ 1000 രൂപ ടിക്കറ്റേ ഉള്ളൂ, നിങ്ങൾ എടുക്കുക, ഇതിനകത്ത് ഒരാൾക്ക് കിട്ടുമെന്നും പറഞ്ഞ് അങ്ങോട്ട് വിൽക്കുമ്പോൾ എല്ലാവരും ചാടി വീഴും. സാധാരണക്കാരാണ്, അവർ ചാടി വീഴും. 1000 രൂപയല്ലേ ഉള്ളൂ, ചിലപ്പോൾ എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ അത്രേ ഉള്ളൂ. സെയിം ആസ് ദാറ്റ് നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ. ലാസ്റ്റ് അവൻ കോടീശ്വരനാവും, മറ്റേ സർക്കാരിലോട്ടാണ് പോകുന്നത്. ഇത് പേഴ്സണൽ ഒരു വ്യക്തിയിലേക്ക് ചെല്ലുക. എന്നിട്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാവും എൻ്റെ പൊന്നിക്കാക്ക. എന്നിട്ട് വന്നിട്ടിരുന്നിട്ട് മറ്റേ മണ്യത കളിക്കാൻ നോക്കരുത്. നിങ്ങൾ അങ്ങനെ പറയരുത്, കർത്താവെല്ലാം കാണുന്നുണ്ടേ എന്നുള്ള വർത്തമാനം ഉണ്ടല്ലോ, അത് വളരെ ചീപ്പാണ്. ഓക്കെ, മേളിലുള്ള ആളെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനിത് കാണിച്ചു എന്നുള്ളതും മേളിലുള്ള ആൾ കാണുന്നുണ്ട്. എനിക്ക് അതേ ഉള്ളൂ പറയാം നിങ്ങളോട്. എനിക്ക് കുഞ്ഞാനോടുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പം ലിറ്ററലി എനിക്ക് ഇയാളോടാണ് കൂടുതലൊരു ദേഷ്യം വന്നിരുന്ന് മറ്റേ എല്ലാം കാണുന്നുണ്ട് അള്ളാഹു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ പറയരുത്. താൻ നമ്മളെ പഠിപ്പിക്കാൻ പറയണ്ട. താൻ ആദ്യമേ എന്താണ് ചെയ്തതെന്ന് തിങ്ക് ചെയ്ത് നോക്ക്. എന്തുകൊണ്ടാണ് നാട്ടുകാർ ഇത് പറയുന്നതെന്നും. പിന്നെ കുഞ്ഞാൻ അതിനെ ഈ പുള്ളി പോട്ടെ, പുള്ളി ഞാനൊന്നും പറയുന്നില്ല. പുള്ളി വന്നിരുന്ന് കുറേ ദിവസമായിട്ട് മെഴുകുന്നുണ്ട്. എത്രയൊക്കെ മെഴുകിയാലും കാര്യമില്ല അണ്ണാ. നാട്ടുകാർ നിങ്ങൾ അങ്ങനെ കാണത്തുള്ളൂ, അത് താനെന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി ഇദ്ദേഹം പറയുന്നത് ബാക്കി നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ അൽഹംദുലില്ലാഹ് മുഹമ്മദ് ഷാഫിഖാണ് ഈ വീട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് എൻ്റെ ഈ വീട്ടിൻ്റെ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം കൈകാര്യം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഏകദേശം ഈ വീടിന് ലോൺ ഉണ്ടായിന്. ലോൺ ഏകദേശം ഒരു കെട്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് അത് ക്ലിയറൻസ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാങ്ക് മാനേജർ പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നപാട് രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഡോക്യുമെന്റ് കൊടുത്ത് അത് ക്ലിയറൻസ് ചെയ്ത് പിന്നെ ഇൻഷാ അല്ലാഹ് ഇവരെ വിളിക്കും. ഞാൻ വിളിച്ചിട്ട് ഇവരെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു കൊടുക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഈ പറയുന്നവർ ഒറ്റ ഒരാളും എന്റെ കൂപ്പൺ എടുക്കാത്ത ആളാണ് ഇതിങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ചയാക്കുന്നതും പറയുന്നുള്ളതും. എന്റെ കൂപ്പൺ എടുത്തിട്ട് ഒരു വ്യക്തി ഇങ്ങനെ എന്നെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇക്കാക്ക പറയുന്നത്, ഇക്കാക്കയുടെ കൂപ്പൺ എടുത്തവർ മാത്രമേ ഇക്കാക്ക കുറ്റം പറയാവുള്ളൂ, വേറെ ആരും കുറ്റം പറയരുതെന്ന. എൻ്റെ പൊന്നിക്കാക്ക, ഇത് കേരളമാണേ, ഇവിടെ കുറ്റം പറയുവേ വൃത്തികേട് കണ്ട. പിന്നെ വലിയ മാന്യത കളിക്കാനും വന്നിരുന്ന് മറ്റേ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ കൊണേടി കേട്ടപ്പോഴാണ് എനിക്ക് 2 വർത്താനം പറയണമെന്ന് തോന്നിയത്. മനസ്സിലായില്ലേ? നിങ്ങളെ കൂപ്പൺ എടുത്തവർ വന്ന് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന്. കൂപ്പൺ എടുത്തവർ പറയത്തില്ലടോ. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് ഉഡായിപ്പ് അവിടെ നടന്നു എന്ന് ഞാൻ കംപ്ലീറ്റ്ലി അങ്ങോട്ട് അടിച്ചു പറയുന്നില്ല. ഞാൻ 1-2 യൂട്യൂബേഴ്സ് എൻ്റെ ഈ ഒരു പെർസ്പെക്റ്റീവ് തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കാത്തതാണ്, മിക്ക ആളുകളും കണ്ടതായിരിക്കും. നിങ്ങളൊക്കെ കണ്ടതല്ലേ ആ സാധനം? അതായത് മറ്റേ ഈ കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി മറ്റേ കൈയിട്ടെടുക്കുന്നത്, അത് അവൻ്റെ ആ എടുപ്പ്, അവൻ കുറേ നേരം കൈയടി കൊണ്ട് വെച്ചിട്ട് അവൻ തപ്പിയിട്ട് അവിടെ നിന്ന് എടുക്കുന്ന ആ ഒരു സാധനം കണ്ടപ്പോഴാണ് എല്ലാവർക്കും കൂടെ ഔട്ട്. കാരണം മേളിൽ അത്ര ഉണ്ട്. അവൻ കുലുക്കി മേളിൽ നിന്ന് എടുത്തായിരുന്നെങ്കിൽ പരിപാടി തീർന്നു. കൈ അടിയിലോട്ട് കൊണ്ടുവെക്കുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ അത്രയും ആളുകൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ ഇപ്പം കാണിച്ചു എന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും താങ്കൾ ഈ വന്ന് പറയുന്നുണ്ടല്ലോ വലിയ മാന്യതയോടെ, അതത്ര നല്ല കാര്യമൊന്നുമല്ല. താങ്കൾക്ക് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, വീണ്ടും സ്വന്തം വീടോ സ്ഥലമോ വിൽക്കണമെങ്കിൽ മാന്യമായിട്ട് വിൽക്കണമായിരുന്നു. കൂപ്പൺ വെച്ചല്ല വിൽക്കേണ്ടത്. ജെമിനി സർക്കസ് ഒന്നും അല്ലല്ലോ അവിടെ നടത്തിയത്. ആളുകൾക്ക് നല്ലത് ചെയ്യാൻ നടക്കുന്നു. താനെന്തിനാ ആളുകൾക്ക് ഇത്ര വലിയ നല്ലത് ചെയ്യാൻ നടക്കുന്നത്? ചേട്ടാ, നല്ലത് ചെയ്യാൻ നടക്കുന്ന ആളുകളുണ്ട്, ഇല്ലെങ്കിൽ താൻ നല്ല രീതിയിൽ നല്ലത് ചെയ്യും. ഇത് താങ്കൾക്ക് ലാഭം ഉണ്ടാവുന്ന ഒരു കാര്യം വെച്ച് താങ്കൾ നടത്തിയിട്ട് എന്നിട്ട് പിന്നെ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരല്ല കേട്ടോ എല്ലാവരും.
അത് ആലോചിച്ചോണം. കാരണം നമുക്ക് ഒരിക്കലും എന്താ ഒരു തട്ടിപ്പിന്റെ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ഇനി പോയില്ല, വേണ്ടിയും വേണ്ട. ഏകദേശം ഇവിടെ അന്ന് കാരണം നമുക്ക് ഈ നെറുക്കെടുപ്പ് എടുക്കാൻ നമ്മളെ വീട്ടിൽ തന്നെ എടുക്കാൻ കാരണം എന്താന്ന് പറഞ്ഞെങ്കിൽ നമ്മള് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ സ്റ്റേജും പന്തലെല്ലാം ഇട്ടിട്ട് നമ്മൾ ഈ നെറുക്കെടുപ്പ് എടുക്കണമെന്നതിന്റെ ഉദ്ദേശം നമുക്കുണ്ടായി. പക്ഷെ കാറ്റും മഴ ഇല്ലതുകൊണ്ട് നമുക്ക് ഒരു പരിപാടി ഒന്നും നടന്നില്ല. സ്റ്റേജൊക്കെ കെട്ടി വൻ പരിപാടിയിലാണ്. ഒന്ന് ആലോചിച്ചത് നിങ്ങൾ, എന്തെങ്കിലും ലാഭമില്ലാതെ ഇയാൾ ഈ പരിപാടി കാണിക്കുമോ? സ്റ്റേജ് എല്ലാം കെട്ടി വലിയ സെറ്റപ്പിൽ പുള്ളിയുടെ വീട് സമ്മാനം കൊടുക്കുന്ന പരിപാടി. എന്താ പറയേണ്ടത് ഇതിനൊക്കെ? ഒന്ന് ആലോചിച്ചാൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളിക്ക് ലാഭമില്ലാതെ പുള്ളി പരിപാടിക്ക് ഇറങ്ങുമോ? ഇല്ലല്ലോ. നിർദ്ധനായ കുടുംബത്തിനെ സഹായിക്കാൻ എല്ലാവരും കൂടെ വരുന്നു. അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ വേണ്ട. അവൻ്റെ ലാഭത്തിന് ബാക്കി. ഞാൻ ഏകദേശം 5 മണിയാകുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്റെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ഞാൻ 15,000 ടിക്കറ്റാണ് എന്റേത് പോകേണ്ടത്. 8,379 ടിക്കറ്റേ പോയിട്ടുള്ളത്. കാരണം എന്റെ എമൗണ്ട് വന്നത് ഇതെല്ലാം എനിക്ക് അറിയാം, എന്റെ കണക്ക് പ്രകാരം. ബാക്കി ടിക്കറ്റ് പോയിട്ടില്ല. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ട്, ഞാൻ കുഞ്ഞാനോട് പറഞ്ഞിന്, പിന്നെ വേണ്ടപ്പെട്ട ഈ ടിക്കറ്റ് എടുക്കുന്നവരോട് ഞാൻ പുറത്ത് പറഞ്ഞുകൊണ്ട്, എന്താണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം നീട്ടിത്തരാൻ എനിക്ക് നീട്ടാൻ പറ്റുമോ, മയമുണ്ട് എന്ന് പറയുമ്പോൾ ആരും സമ്മതിച്ചില്ല. പിന്നെ കുഞ്ഞാനും പറഞ്ഞെന്നുണ്ടെങ്കിൽ ഞാൻ വാക്ക് കൊടുത്തിന് എല്ലാവരോടും, ഞാൻ 25-ാം തീയതി 6 മണിക്ക് ഞാൻ എടുക്കൂ എന്നൊരു വാക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റൂല, എനിക്ക് എടുത്തേ പറ്റൂന്ന് കുഞ്ഞാനും പറഞ്ഞു. അപ്പൊ അങ്ങനെയല്ല ആകുമ്പോ 6 മണി പോരെ, ഇതിൽ കൂടുതലേ നിങ്ങളെ കേൾപ്പിക്കണോ? മതി. അയാൾ പറയുന്ന കേട്ടല്ലോ. അയാൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു 15,000, അത്രയും വിൽക്കണം. അത്രയും നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കോ. ഞാനിവിടെ കൂട്ടാനോ വലിയ കണക്ക് പറയാനോ ഒന്നും വരുന്നില്ല. അറിയാൻ പാടില്ലായിട്ടല്ല കേട്ടാ, കുത്തിയിരുന്ന് കൂട്ടാൻ വയ്യാനിട്ടാ. ഒന്ന് കൂട്ടി നോക്കിക്കോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ. 1000 വെച്ച് 15,000, അതിൽ 8,500 ടിക്കറ്റോളം പോയി. എന്താണെങ്കിലും അത്യാവശ്യം നല്ലൊരു പൈസ കയറിയിട്ടില്ലേ? അയാൾക്ക് എന്നിട്ട് അത് പോരാ, പുള്ളിക്ക് ഇനിയും വേണം. അപ്പൊ പുള്ളി, എൻ്റെ പൊന്നിക്കാക്ക താ തന്നെ വന്ന് എല്ലാം ഛർദ്ദിക്കുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം ബോധമുള്ളവർ മനസ്സിലാവും എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. പിന്നെ ഈ മറ്റേ കുലുക്കിയിട്ടുള്ള എടുത്ത പരിപാടി തട്ടിപ്പാണോ അല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഈ ഒരു പരിപാടി, ഈ ഒരു ഗാംപ്ലിംഗ് പരിപാടി അങ്ങനെ തന്നെ പറയണം. ഈ ഒരു കൈൻഡ് ഓഫ് ചൂതാട്ടം അങ്ങനെ തന്നെ ഞാൻ പറയും, വിശേഷിപ്പിക്കും ഇതിനെ. അത് വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയത് ചെറുതൊന്നും അല്ല. അതുകൊണ്ട് പിന്നെ വലിയ മാന്യത കളിക്കാനും മേളിയിരിക്കുന്നവനെല്ലാം എല്ലാം കാണുന്നുണ്ട് മേളിയിരിക്കുന്നവനെ. അതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. ജനങ്ങളെ അങ്ങ് മൊത്തത്തിൽ എല്ലാവരും മണ്ടന്മാരാണെന്നൊന്നും വിചാരിക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ എൻ്റെ കാഴ്ചയിലൂടെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ, എനിക്ക് ഫീൽ ചെയ്ത, എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ലൈക്ക് ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിയ എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ പറയുന്നു. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നിയ കാര്യങ്ങൾ എന്നല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.